അൽഹംദുലില്ലാഹ് എല്ലാവരും നോമ്പുകളൊക്കെ പിടിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പിടിച്ച നോമ്പ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പരിപൂർണ പ്രതിഫലം അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് അല്ലാഹുവിൻ്റെ മുന്നിൽ കുറച്ചു നന്മകൾ പറഞ്ഞ് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ മുഹറം 10 നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്ത, അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് കടന്നു വന്ന ഒരുപാട് പ്രവാചകന്മാരെ സഹായിച്ച, അല്ലാഹുവിൻ്റെ സഹായം നേടിയെടുക്കാൻ കഴിഞ്ഞ ഒരു ദിവസമാണ് മുഹറം 10. എല്ലാവരും അൽഹംദുലില്ലാഹ് നമുക്കറിയാം, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, മുഹറം മാസത്തിലെ ഈ മുഹറം 10 നോമ്പിന്റെ പ്രതിഫലമായി മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്നത് ഒരു വർഷക്കാലത്തെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുമെന്ന്. അപ്പോൾ ഒരു വർഷക്കാലത്തെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്ന ആ മഹത്വമേറിയ ആ ഒരു ദിവസമായിരുന്നു ഇന്ന്. ഇൻഷാ അല്ലാഹ് ഇന്ന് മുഹറം 10 അല്ലാഹു ആദരിച്ച ദിവസം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ അവിടെ നിന്നൊരു ചരിത്രം പറയുകയാണ്. അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് വലിയ കാര്യമാണ്. റബ്ബ് തന്നതാണെന്ന് പറഞ്ഞു കൊടുക്കല് പറയണം സഹോദരാ. നമ്മൾ ഓരോരുത്തരും പറഞ്ഞു കൊടുക്കണം, എനിക്ക് ഈ വീട് കിട്ടിയത് എങ്ങനെയെന്നറിയോ? ഞാൻ ഉണ്ടാക്കിയതല്ല, ഇതെന്റെ റബ്ബ് എനിക്ക് തന്നതാ. എങ്ങനെ പറയണം? അല്ലാഹു തന്ന അനുഗ്രഹം അത് എടുത്തു പറയണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എടേ, ഞാൻ പറയാറില്ലേ, ഞാനിവിടെ എത്തിയത് എങ്ങനെയാ? ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാ? അല്ല, അല്ലാഹ് എനിക്ക് ഇത് നിഅമത്ത്. നിങ്ങൾ ഓരോരുത്തരും ജമാഅത്തിന്റെ പ്രസിഡന്റ് എങ്ങനെ ആയതാ? കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണല്ല, അല്ലാഹ് കൊടുത്ത ഒരു അവസരം, നന്മ. അല്ലാഹു തന്നത് എടുത്തു പറയുന്നത് അത് നിലനിൽക്കാനുള്ള ഒരു കാരണമാണ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാനാടാ ഈ പള്ളി കെട്ടിക്കൊടുത്തത് എന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. അങ്ങനെ പറയണമെന്നല്ല. അല്ലാഹു ചെയ്തത് പറയുന്നത് ഖുർആൻ പറയാ. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ലോകം മുഴുവനും അടക്കി ഭരിച്ചിരുന്ന പ്രവാചകനാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. അതുപോലെ ദുൽഖർനൈനി എന്നിവർ അല്ലാഹു അനുഗ്രഹങ്ങളെ ഓർത്തിട്ടവര് പറഞ്ഞ കാര്യങ്ങൾ നമ്മളോട് ഖുർആൻ അവിടെ നിന്ന് പറയുകയാണ്. അവരുടെ ചരിത്രങ്ങൾ പറയുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമുണ്ടല്ലോ, അതുപോലെ കാറൂനും മറന്ന ചരിത്രവും അല്ലാഹു പറയുന്നുണ്ട്. ഈ ലോകം മുഴുവനും കൈപ്പിടിയിലാക്കി കൊടുത്ത സുലൈമാൻ നബി അലൈഹിസ്സലാം. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും സുലൈമാൻ നബി അല്ലാഹനെ മറന്നില്ല. പക്ഷേ കാറൂനുണ്ടല്ലോ, അവന് പണം കിട്ടിയപ്പോൾ അവൻ അല്ലാഹുവിനെ മറന്നവനാണ്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഫലമ്മാ റആഹു മുസ്തഖിറൻ ഇൻദാ ഖാല ഹാദാ മിൻ ഫളിൽ റബ്ബി ലിയബ്ലുവനി അൻ അസ്കുറ അം അക്ഫുർ. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കാനുള്ള അധികാരം അല്ലാഹു കൊടുത്തല്ലോ. സുലൈമാൻ നബിയുടെ ചരിത്രം അറിയുന്നവർക്കറിയാം. പടച്ചവനെ കാറ്റിനോട് സംസാരിച്ച പ്രവാചകന് പടച്ചവന് ജിന്നുകളെ അധീനപ്പെടുത്തി കൊടുത്തല്ലോ. ഉറുമ്പുകളുടെ ശബ്ദം കേൾക്കാം, ഉറുമ്പുകളോട് സംസാരിക്കാം. പടച്ചവനെ മരംകൊത്തിയോട് സംസാരിച്ച പ്രവാചകൻ അള്ളയെല്ലാം ഒരുക്കി കൊടുത്തല്ലോ. ആ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്കെന്തെന്നറിയുമോ? സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ സിംഹാസനത്തിന്റെ അടുക്കൽ ചെന്നിട്ട് അവിടെ നിന്ന് പറയുകയാ, ഖാല ഹാദാ മിൻ ഫളിൽ റബ്ബി. ഇത് റബ്ബനിക്ക് തന്ന അനുഗ്രഹമാണ്. പറയുകയാ, എന്റെ കഴിവല്ല, ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല, എന്റെ ബുദ്ധി കൊണ്ട് കിട്ടിയതല്ല, എന്റെ പവർ കൊണ്ട് കിട്ടിയതല്ല, ഇതെല്ലാം അല്ലാഹ് എനിക്ക് നൽകിയതാ. പലരുടെയും വീടിന്റെ മുന്നിൽ മനോഹരമായ ഒരു വീട് എഴുതി വെച്ചിട്ട്, ഒരു വീട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോ പലരുടെയും വീടിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഹാദാ മിൻ ഫളിൽ റബ്ബി. ഇതെന്റെ റബ്ബ് എനിക്ക് നൽകിയ ഔദാര്യമാ. പലരുടെ വീടിന്റെ മുന്നില് പടച്ചവനെ എഴുതി വെച്ചിട്ടുണ്ട്, ഹാദാ മിൻ ഫളിൽ റബ്ബി. എന്റെ റബ്ബ് എനിക്ക് നൽകിയ ഔദാര്യം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സുലൈമാൻ നബി അലൈഹിസ്സലാം എന്തേ പറഞ്ഞത്? ഹാദാ മിൻ ഫളിൽ റബ്ബി, ഇതെന്റെ റബ്ബ് എനിക്ക് നൽകിയത്, അല്ലാതെ എന്റേതല്ല. കാറൂൻ എന്താ പറഞ്ഞേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയുന്നു,
ആ സമയത്ത് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറഞ്ഞതൊക്കെ അള്ളാഹ് എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ പെട്ടതല്ലാതെ എൻ്റെ ഒന്നുമല്ല. ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, ഖാല ഹാദാ റഹ്മത്തും മിർ റബ്ബി. ദുൽഖർനൈനി എന്ന് പറയുന്ന ഒരു ചക്രവർത്തിയുടെ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. ദുൽഖർനൈനിയുടെ ചരിത്രം അവിടെ നിന്ന് പറയുന്നുണ്ട്. മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞത് ഹാദാ ഖാല ഹാദാ റഹ്മത്തും മിർ റബ്ബി. അദ്ദേഹം പറഞ്ഞത് ഇത് എൻ്റെ രക്ഷിതാവിൽ നിന്നുള്ള കാരുണ്യമായി എനിക്ക്. അവരെങ്ങനെ അധികാരം കിട്ടിയപ്പോൾ പറഞ്ഞത്, അവർക്ക് അള്ളാഹു സർവ്വതും കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് ഇത് റബ്ബനിക്ക് തന്നത്, ഇത് റബ്ബനിക്ക് തന്ന ഔദാര്യം, ഇത് റബ്ബനിക്ക് നൽകിയ കാരുണ്യം. എങ്കിലോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ പറയുന്നു, കാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദീ. സുലൈമാൻ നബി അലൈഹിസ്സലാം, ഈ ലോകത്തിന്റെ ചക്രവർത്തിയായ സുലൈമാൻ നബി, ആ സുലൈമാൻ നബി പറഞ്ഞു, അല്ലാഹ് എനിക്ക് തന്നതാണ്, ഇത് റബ്ബിന്റെ അനുഗ്രഹമാണ്, ഇത് അല്ലാഹ് തന്ന ഔദാര്യമാണ്. ദുൽഖർനൈനി എന്ന് പറയുന്ന ചക്രവർത്തി പറയുകയാ, ഇത് റബ്ബിനിക്ക് തന്ന കാരുണ്യമാണ്. എന്നാ കാറൂനുണ്ടല്ലോ, സമ്പന്നനായ, അല്ലാഹ് ഒരുപാട് പണം കൊടുത്ത, അല്ലാഹ് ഒരുപാട് നിഅമത്ത് ചെയ്ത, പാവപ്പെട്ടവനായിട്ട് പണക്കാരനായ കാറൂനുണ്ടല്ലോ, ആ കാറൂൻ പറഞ്ഞതെന്താ, കാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദീ. എന്റെ കൈവശമുള്ളത് എന്റെ വിദ്യ കൊണ്ട് മാത്രം ഞാൻ നേടിയതാണ്, ഇതെന്റെ ബുദ്ധി കൊണ്ട് നേടിയതാണ്, ഞാൻ പഠിച്ചുണ്ടാക്കിയതാണ്, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, ഇത് റബ്ബ് തന്നതല്ല, ഞാൻ ഉണ്ടാക്കിയതാ. ചരിത്രമറിയുമല്ലോ, മുൻകഴിഞ്ഞ ക്ലാസ്സിൽ കാറൂനിന്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ഫഖസഫിനാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ പറഞ്ഞു തരുന്നുണ്ട്. ആ കാറൂനിനെയും കാറൂനിന്റെ സർവ്വതും ഭൂമിയങ്ങ് വിഴുങ്ങുകയാ. കാറൂൻ എന്താ പറഞ്ഞേ, ഇതൊക്കെ ഉണ്ടാക്കിയത് ഞാൻ. അതങ്ങനെ പറഞ്ഞപ്പോ അവനും അവന്റെ സർവ്വ സാമ്രാജ്യവും മണ്ണിനടിയിലേക്ക് ആഴ്ത്തപ്പെട്ടു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പോൾ ഒരു മാഷാ അല്ലാഹ് പറഞ്ഞ, അല്ലാഹു തന്നത് പടച്ചവൻ നിലനിർത്തി തരും. ഒരു മാഷാ അല്ലാഹ് പറഞ്ഞാൽ, മാഷാ അല്ലാഹ് പറഞ്ഞാൽ നിനക്ക് അല്ലാഹു തന്നതിൽ ബർക്കത്ത് ചെയ്യും. മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞാൽ അല്ലാഹു നൽകിയത് മരിക്കുന്ന കാലം വരെ നിലനിർത്തി തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മരിക്കുന്ന കാലം വരെ അല്ലാഹു നിലനിർത്തി തരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇല്ല ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയത്, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത്, എൻ്റെ കഴിവ് കൊണ്ട് നേടിയത് എന്ന് പറഞ്ഞാൽ ഉള്ളതുകൂടെ പോയി കിട്ടും. അല്ലാഹു കാക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞതല്ല, ഖുർആനാ പറഞ്ഞ. ഞാൻ ഇന്നൊറ്റ ഹദീസ് പറഞ്ഞില്ല. ഇത്രയും നേരം ഞാൻ സംസാരിച്ചിട്ടും ഒറ്റ ഹദീസ് പോലും പറഞ്ഞില്ല. ഓതിയത് മുഴുവനും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാഷാ അല്ലാഹ് നാവിൻ്റെ തുമ്പിൽ എപ്പോഴും ഉണ്ടാകണം. മാഷാ അല്ലാഹ് നിന്റെ നാവിൻ്റെ തുമ്പിൽ എപ്പോഴും ഉണ്ടാകണം. അൽഹംദുലില്ലാ എന്തു പറയുമ്പോഴും അല്ലാഹ് നിനക്ക് ചെയ്ത നിഅമത്ത മറന്നു പോകരുത്. അള്ളാഹുവിനെ സ്തുതിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഉദ്ദേശിച്ചതാണ് എനിക്ക് കിട്ടിയത്, അല്ലാതെ എൻ്റെ കഴിവല്ല. ഇനി ഒന്ന് മാഷാ അല്ലാഹ് പറയണം. രണ്ട്, മാഷാ അല്ലാഹ് പറയുന്നത് എന്തിനാ? എൻ്റെ കയ്യിൽ വല്ലതും ഉണ്ടെങ്കിൽ എറിയ പറ മനുഷ്യൻ. എന്തിനാ മാഷാ അല്ലാഹ് പറയണേ? എന്തിനാ? സുബ്ഹാനല്ലാഹ് പറ. മാഷാ അല്ലാഹ് എന്തിനാ പറയണേ? ബർക്കത്ത് ഉണ്ടാകാൻ. എന്തിന്? എന്തിന്? എഴുന്നേറ്റ് വന്നു, എഴുന്നേറ്റ്. എന്തിനാ മാഷാ അല്ലാഹ് പറയണേ? ബർക്കത്ത് ഉണ്ടാകാൻ. ഒരു മാഷാ അല്ലാഹ് പറഞ്ഞേ. അൽഹംദുലില്ലാ. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ. എന്തിനാ പറയണേ? നിലനിൽക്കാൻ. ബർക്കത്ത് കിട്ടിയാൽ മാത്രം. ഭക്ഷണം കഴിക്കുമ്പോൾ ബർക്കത്ത് കിട്ടി, അൽഹംദുലില്ലാ. ഒരിത്തിരി ചോറെടുത്തു, ഒരല്പം പാത്രം എടുത്തു, ഭക്ഷണം എടുത്തു, അൽഹംദുലില്ലാ. അല്ലാഹ് ബർക്കത്ത് ചെയ്യണേ. അല്ലാഹ് വിളമ്പി എല്ലാവർക്കും തികഞ്ഞു, തീർന്നു. പക്ഷേ നിലനിൽക്കണ്ടേ? അതിനെന്ത് പറയണം? മാഷാ അല്ലാഹ് ലാ ഖുവത. അല്ലാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. ഇനി ഇതൊന്നും പറഞ്ഞില്ലെങ്കിലോ
സർവ്വതും പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മൾ പഠിച്ചതാണ് തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം പഠിച്ചു. ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം പഠിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം പഠിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന് സലാം പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം പഠിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ചെവിയിലൂടെ കേട്ടു മറു ചെവിയിലൂടെ കളഞ്ഞാ പോരാ. ഇത് നിങ്ങൾ പഠിച്ച ഇൽമാണ്, ഇത് നിങ്ങൾ പഠിച്ച ഇൽമാണ്. ഈ പഠിച്ച ഇൽമ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യാൻ തയ്യാറാകണം. അല്ലാതെ ഒരു ചെവിയിലൂടെ കേട്ടു മറു ചെവിയിലൂടെ കളയാൻ വേണ്ടിയല്ല. ഓരോ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും രാത്രി ഇവിടെ വന്നിരുന്നിട്ട് പടച്ചവനെ 1.5 മണിക്കൂർ ഒരുപാട് നന്മകളെ കേൾക്കുന്നുണ്ട്. ഒരു ചെവിയിലൂടെ കേട്ടിട്ട് മറു ചെവിയിലൂടെ കളയലല്ല. ഈ കേൾക്കുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഇത് നിങ്ങൾ ചെയ്യണം. ഇന്ന് വാഴ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുന്നു, ഇക്കാ ഇന്നെന്തേ ഉസ്താദ് പറഞ്ഞു തന്നത്? അങ്ങനെയുള്ള ഭർത്താവാകാൻ പഠിക്ക്. ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു കൊടുക്കണം, ഇന്ന് ഉസ്താദ് 1.5 മണിക്കൂർ പ്രസംഗിച്ചു. ആ പ്രസംഗത്തിനകത്ത് പറഞ്ഞു തന്ന കാര്യമിതാ. അങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കണം. നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നീ നാട്ടുകാരോടും കുടുംബക്കാരോടും പറയണമെന്ന് ഞാൻ പറയുന്നില്ല. സ്വന്തം ഭാര്യയോടെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഒരു പഠിച്ച ഇൽമല്ലേ, അത് മറ്റുള്ളവന് പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യയോട്, നിങ്ങളുടെ സ്വന്തം മക്കളോട് പറഞ്ഞു കൊടുക്കണം, ഈ നന്മ ചെയ്യണം. ഇത് ചെയ്യുന്നതിലൂടെ പടച്ച റബ്ബ് തരുന്ന പ്രതിഫലം ഇതാണെന്ന് പറഞ്ഞു കൊടുത്താ, അല്ലാഹുവേ എത്ര വലിയ പ്രതിഫലമെന്നറിയുമോ? എത്ര വലിയ ഭാഗ്യമാ ഈ പറയുന്ന പേര് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു മനുഷ്യന് ചെയ്യാ തയ്യാറായാൽ, അല്ലാഹുവേ ഉസ്താദ് പറഞ്ഞതാണല്ലോ, ഇത് ചെയ്താ കിട്ടുന്ന പ്രതിഫലം ഒരുപാടുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഈ പറഞ്ഞ മാഷാ അല്ലാഹ് ഏതെങ്കിലും ഒരു മനുഷ്യന് ഈ പാവപ്പെട്ട എന്റെ വാഴ കേട്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാ ഞാൻ രക്ഷപ്പെട്ടു സഹോദരാ, ഞാൻ രക്ഷപ്പെട്ടല്ലോ. എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗം നേടാൻ, പടച്ചവൻ എനിക്ക് സ്വർഗം തരാൻ ആ ഒരു നന്മ കാരണമാവുകയാ. അതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ലക്ഷ്യം വെക്കുന്നത്. നിങ്ങളും അങ്ങനെയാകണം. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് പറഞ്ഞു, നിങ്ങളുടെ മക്കളോട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ നിന്റെ അയൽവാസിയോട് പറഞ്ഞു, നിന്റെ മക്കളെ നിന്റെ കൂട്ടുകാരോട് പറഞ്ഞു. ഇത് പറഞ്ഞ് എനിക്ക് പ്രതിഫലമുണ്ട്, നിനക്ക് പ്രതിഫലമുണ്ട്, നിന്റെ ഭാര്യയ്ക്ക് പ്രതിഫലമുണ്ട്, നിന്റെ ഭാര്യ പറഞ്ഞു കൊടുത്തവർക്ക് പ്രതിഫലമുണ്ട്. അല്ലാഹുവേ നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാ. അതുകൊണ്ട് സഹോദരങ്ങള്, അല്ലാതെ രണ്ടും ഇങ്ങനെ ഇൽമുകൾ കേൾക്കുന്നുണ്ട്. മസലുൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ, അതാ കഴുത ചുമക്കുന്നത് പോലെ ചുമന്നുകൊണ്ട് നടന്നാ പോരാ. അതാ പഠിച്ച ഇൽമ് ജീവിതത്തിൽ പ്രയോജനമുള്ള ഇൽമാകണം, ജീവിതത്തിൽ പ്രയോജനമുള്ള ഇൽമാകണം. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുവേ റസൂലുള്ളാഹി തങ്ങൾ 4 കാര്യങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. എപ്പോൾ ദുആ ചെയ്താലും മുത്തുനബി അവിടുന്ന് റബ്ബിനോട് പറയുമായിരുന്നു. 4 കാര്യങ്ങൾ ചോദിക്കാതെ മുത്തുനബി ദുആ അവസാനിപ്പിക്കാറില്ല. ഒന്നാമതായിട്ട് അല്ലാഹുവിനോട് ചോദിക്കുകയാ, അല്ലാഹുവേ പ്രയോജനമില്ലാത്ത ഇൽമിനെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു അല്ലാഹ്.
അല്ലാഹുവിനോട് കാവൽ ചോദിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുമ്പോൾ റബ്ബിനോട് കാവൽ ചോദിക്കുകയാണ്. എന്തിനെ തൊട്ടെന്നറിയുമോ? അല്ലാഹുവേ, പ്രയോജനമില്ലാത്ത അമല്, ജീവിതത്തിൽ ചെയ്യാത്ത അമല്, ജീവിതത്തിൽ പറഞ്ഞു കൊടുക്കാത്ത അറിവ്, അങ്ങനെയുള്ള അറിവിനെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അല്ലാ. മുത്തുനബി അവിടുന്ന് ദുആ ചെയ്യുമായിരുന്നു. അപ്പൊ നല്ലതുപോലെ സൂക്ഷിക്കണം. ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. അല്ലാഹുവേ, പ്രയോജനമില്ലാത്ത അമലുകളെ തൊട്ട്, നീ ഇൽമിനെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളും അല്ലാഹുവിനോട് പറയണം, പടച്ചവനെ, ആരോടും പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത അറിവ്, പടച്ചവനെ, സ്വന്തം ജീവിതത്തിൽ ചെയ്യാത്ത അറിവ്, അങ്ങനെയുള്ള അറിവിനെ തൊട്ട് കാവൽ ചോദിക്കണമെന്നാണ്. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാ, നിന്നെ പേടിയില്ലാത്ത ഒരു ഹൃദയമുണ്ടല്ലോ. ഈ ലോകത്തിന്റെ അധിപനായ, ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ അല്ലാഹുവിനെ കുറിച്ച് പേടിയില്ലാത്ത ഒരു ഹൃദയമുണ്ടല്ലോ. അല്ലാഹുവേ, അങ്ങനെ ഒരു ഹൃദയം എനിക്ക് തരല്ലേ അല്ലാ. റബ്ബിനോട് ദുആ ചെയ്യണം സഹോദരാ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് കാവൽ ചോദിക്കുകയാണ്. അങ്ങനെ ഒരു ഹൃദയം എനിക്ക് തരല്ലേ പടച്ചവര്. സഹോദരാ, അല്ലാഹുവിനെ പേടിയുള്ള ഒരു ഹൃദയമുണ്ടാകണം. ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബുണ്ടല്ലോ, നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടവരാണല്ലോ. ഓരോ തെറ്റ് ചെയ്യുമ്പോഴും, ഓരോ പാപം ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കടന്നു വരണം. കാണുന്ന ഒരു അള്ളയുണ്ടല്ലോ, ആരും കാണാതെ ഒറ്റയ്ക്കിരുന്ന് ചെയ്യുമ്പോഴാകണമെങ്കിലും, അത് റൂമിന്റെ അകത്താണെങ്കിലും വീടിന്റെ അകത്താണെങ്കിലും എവിടെ ഇരുന്നാട് ചെയ്യുന്നെങ്കിലും, എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊരോർമ്മ വേണം. അല്ല കാണുന്നുണ്ടല്ലോ, ഇതൊക്കെ ചോദിക്കുന്ന ഒരു റബ്ബുണ്ടല്ലോ. അല്ലാഹു ഹദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈദ്. അതുകൊണ്ടാണ് മഹത്തുക്കൾ പറഞ്ഞു തരുന്നത്, മോനെ, പാപം ചെയ്യണമെന്ന് തോന്നുമ്പോ, തെറ്റ് ചെയ്യാൻ തോന്നുമ്പോ, ആരുമില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്ക് റൂമിനകത്താണല്ലോ, മൊബൈൽ എന്റെ കയ്യിലുണ്ടല്ലോ, എന്ത് വേണമെങ്കിലും കാണാമല്ലോ. പടച്ചവനെ കാണാനുള്ള അവസരമുണ്ട്. സുന്ദരിയായ പെണ്ണാരും കാണാതെ നഗ്നചിത്രങ്ങൾ അയച്ചു തരികയാണ്, അല്ലെങ്കിൽ വീടിനകത്തേക്ക് ക്ഷണിക്കുകയാണ്. ബന്ധം ചെയ്യാനുള്ള അവസരമുണ്ട്. ആരും അറിയില്ല, ഒരാളും കാണില്ല. സൈഫാണ് വാടാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ, അല്ലെങ്കിൽ പലതും തെറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ചെയ്തു തരുമ്പോ, അപ്പൊ പറയണം, അല്ലാഹു ഹാദിരി, അല്ലാഹു ഹാദിറാ. എന്റെ ഉപ്പ കാണുന്നില്ല, എന്റെ ഉമ്മ കാണുന്നില്ല, എന്റെ കൂടപ്പിറപ്പ് കാണുന്നില്ല, എന്റെ ഭാര്യ കാണുന്നില്ല, എന്റെ മക്കള് കാണുന്നില്ല, എന്റെ കൂട്ടുകാര് കാണുന്നില്ല, എന്റെ കുടുംബക്കാര് കാണുന്നില്ല. പക്ഷേ അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി. ഈ തെറ്റിന് സാക്ഷിയാരാ? അല്ലയാ. ഈ തെറ്റ് കണ്ടവനാരാ? അല്ലയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യുന്ന സമയം അതിനകത്ത് നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി മഹാന്മാര് പഠിപ്പിച്ചു തന്ന ഒരു വഴിയാ. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു സാഹിദി, അല്ലാഹു മഈൻ. ഈ ദിക്റങ്ങ പറയാൻ തുടങ്ങിയ തെറ്റുകളിൽ നിന്നകലുകയാണ്. പേടിയാ,
ആര് കണ്ടില്ലെങ്കിലും റബ്ബ് കാണുന്നുണ്ടല്ലോ, ആര് കാണുന്നില്ലെങ്കിലും റബ്ബ് കാണുന്നുണ്ടല്ലോ. സുന്ദരിയായ സുലൈഖ എന്ന് പറയുന്ന രാജാവിന്റെ പൊന്നാര മകളുണ്ടല്ലോ, സുലൈഖ എന്ന് പറയുന്ന പെണ്ണ്, അതാ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന് കൊട്ടാരത്തിന്റെ മണിയറക്കകത്ത് വിളിച്ചു കയറ്റിയിട്ട് യൂസുഫ് നബി അതാ സുന്ദരിയെ പോലെ പട്ടുവസ്ത്രങ്ങൾ ധരിച്ച് അതാ ശരീരം മുഴുവനും അതാ ആർഭാടത്തോടെ വസ്ത്രങ്ങളും സ്വർണങ്ങളും ധരിച്ച് ശരീരം പുറത്ത് കാണുന്ന വസ്ത്രവും ധരിച്ച് യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ അടിമയുണ്ടല്ലോ, ആ അടിമയെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് യൂസുഫേ എനിക്ക് നിന്നെ വേണമടാ, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു താടാ. ചോദിക്കുന്നത് സുലൈഖയാ. സുലൈഖയുടെ സൗന്ദര്യത്തെ കുറിച്ച് പണ്ഡിതന്മാര് പറഞ്ഞു തരുന്നുണ്ട്. ആ സുലൈഖ യൂസുഫ് നബി അലൈഹിസ്സലാമിന് അവിടെ നിന്ന് പിടിച്ചപ്പോ അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്താ? സുലൈഖ ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് അല്ലാഹുവിനെ പേടിയാ, എനിക്ക് റബ്ബിനെ പേടിയാ. സുലൈഖ ആര് കണ്ടില്ലെങ്കിലും അല്ലാഹ് കാണുന്നുണ്ടല്ലോ. നമ്മൾ ചരിത്രം പഠിക്കണം, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. യൂസുഫ് നബി അലൈഹിസ്സലാമിന് സുലൈഖ എന്ന് പറയുന്ന പെണ്ണ് അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു, അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹത്തോടു കൂടിയാണ് സുലൈഖ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ എല്ലാം മറന്ന് തൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് യാചിക്കുക, എൻ്റെ ആഗ്രഹം സാധിച്ചു തരാൻ. നിങ്ങൾ ചരിത്രം വായിച്ചു നോക്ക്, നിങ്ങൾ ചരിത്രം വായിച്ചു നോക്ക്. സുലൈഖ അങ്ങനെ ചെയ്തപ്പോൾ യൂസുഫ് നബി പറഞ്ഞു എനിക്ക് റബ്ബിനെ പേടിയാ. പിന്തിരിഞ്ഞു. യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിലായി, മോചിപ്പിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. സുലൈഖായ യൂസുഫ് നബി അലൈഹിസ്സലാം വിവാഹം കഴിച്ചു. നിങ്ങൾ ചരിത്രം വായിക്ക്. സുലൈഖായെ യൂസുഫ് നബി അലൈഹിസ്സലാം വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ സുലൈഖ യൂസുഫ് നബിയുമായിട്ട് വലിയ ഒരു സ്നേഹം കാണിക്കുന്നില്ല. സുലൈഖ യൂസുഫ് നബി അലൈഹിസ്സലാമുമായിട്ട് ഇപ്പോൾ ഭാര്യയും ഭർത്താവുമായി. പക്ഷേ സുലൈഖ യൂസുഫ് നബി അലൈഹിസ്സലാമുമായിട്ട് വലിയൊരു സ്നേഹബന്ധം കാണിക്കുന്നില്ല. അപ്പം യൂസുഫ് നബി അലൈഹിസ്സലാം ചോദിച്ചു അത്രേ, സുലൈഖ പണ്ട് നീ എന്നോടുള്ള സ്നേഹം കാരണം എന്നെ കയറി പിടിച്ചതല്ലേ? അന്ന് എന്നോടുള്ള സ്നേഹം കാരണം സുലൈഖ നീ എന്നെ കയറി പിടിച്ചതല്ലേ? നീ അത്ര എന്നെ കൊതിച്ചിട്ടില്ലേ സുലൈഖ? ഇന്ന് അള്ളാഹു ഹലാലാക്കി തന്നിട്ട് നീ എന്തേ മാറിയിരിക്കണേ? ഇന്ന് അള്ളാഹു നിനക്കെന്നെ ഹലാലാക്കി തന്നല്ലോ, നമ്മളിന്ന് ഭാര്യ ഭർത്താവല്ലേ, എന്നിട്ടും എന്തേ നീ മാറി നിൽക്കണേ? അപ്പോൾ സുലൈഖ പറഞ്ഞ മറുപടി, യൂസുഫേ അന്ന് എൻ്റെ ഹൃദയത്തിനകത്ത് മുഴുവനും നീയായിരുന്നു. സുലൈഖ പറഞ്ഞ മറുപടി, അന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് മുഴുവനും നീയായിരുന്നു. എനിക്ക് നിന്നോട് അത്രയും വലിയ സ്നേഹവും ഒരു ഭ്രാന്തായിരുന്നു എനിക്ക് നിന്നോട്. പക്ഷെ ഇന്ന് നിന്നോടല്ല എനിക്ക് സ്നേഹം, എൻ്റെ ഹൃദയം നിറയെ എൻ്റെ അള്ളയാ മഹദിയായ സുലൈഖ ബിബി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടെ നിന്ന് പറഞ്ഞൊരു മറുപടി, അന്ന് എൻ്റെ ഹൃദയം നിറയെ നീയായിരുന്നു. അന്ന് നീ അള്ളാഹിനെ കുറിച്ച് എനിക്ക് പഠിപ്പിച്ചു തന്നു. അന്ന് ഹറാമായ കാര്യം ഞാൻ ചെയ്യാൻ പോയപ്പോൾ നീ എനിക്ക് അള്ളാഹിനെ കുറിച്ച് പഠിപ്പിച്ചു തന്നു. ഇന്ന് ഹലാലായിട്ട് നീ എൻ്റെ മുന്നിൽ വന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് നീയല്ല, എനിക്ക് അള്ളയാ എൻ്റെ ഹൃദയം നിറയെ. അള്ളാഹു അങ്ങനെയുള്ള ഒരു ഹൃദയം എനിക്ക് നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതാ ചരിത്രം, നിങ്ങളത് വായിച്ചു നോക്ക്. രണ്ടും കൂടൊന്ന് സുലൈഖ കയറിപ്പിടിച്ചപ്പോൾ സുലൈഖയുടെ ഹൃദയത്തിൻ്റെ അകത്ത് യൂസുഫായിരുന്നു, യൂസുഫിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് അള്ളയായിരുന്നു. അന്ന് അള്ളാഹയെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തത് യൂസുഫ് നബിയാണ്. പക്ഷെ ആ യൂസുഫ് നബി അലൈഹിസ്സലാം ഹലാലായ മാർഗത്തിലൂടെ വിവാഹം കഴിച്ചു ഭാര്യയും ഭർത്താവും ആയിട്ട് പോയപ്പോൾ സുലൈഖ പറയുക, എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് നീയല്ല, നിന്നെക്കാളും എനിക്ക് സ്നേഹം അള്ളാനെയാ. ആ അള്ളാഹ് എൻ്റെ ഹൃദയത്തിലുണ്ട്, അതാ ഞാൻ മാറി നിൽക്കണേ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞ് മാറി നിന്നല്ല. യൂസുഫ് നബി ചോദിച്ചു, അത്രയ്ക്കും സ്നേഹമുള്ള നീ ഇങ്ങനെ മാറിയല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ ദുആ ചെയ്യുന്നു, റബ്ബേ
നിന്നെ പേടിയില്ലാത്ത ഒരു ഹൃദയം എനിക്ക് തരല്ലേ അല്ലാഹ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഉസ്താദ് തെറ്റ് ചെയ്യുന്നുണ്ട് ഉസ്താദ്. ഇത്രയൊക്കെ വിചാരിച്ചിട്ടും പറ്റണില്ല ഉസ്താദ്. ചില തെറ്റുകൾ വന്നു പോകുന്നു. അത് ചിലപ്പോൾ ആരും അറിയുന്നില്ലല്ലോ എന്ന് കരുതിയിട്ടല്ലേ. എന്നാൽ ഈ തെറ്റ് ചെയ്യാൻ സമയം കിട്ടുമ്പോൾ എന്തു പറയണം? അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈൻ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ എന്ന് പറഞ്ഞു നോക്കണം. വെറുതെ അല്ലാഹു ഹാദിരി അല്ല, അങ്ങനല്ല. ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താ? അല്ലാഹ് ഹാദിറ, കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലയാണ് സാക്ഷി, വേറെ ആരുമല്ല. അല്ലയാ സാക്ഷി. അതുകൊണ്ടാണ് തഴവ ഉസ്താദ് പറഞ്ഞത്, നിങ്ങൾ അള്ളാഹിനോട് പറയണമെന്ന് ദുആ ചെയ്യുമ്പോൾ, നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പറയണം, പൊറുക്കൻ്റെ പാവം സയ്യിദീ വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീ അല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്ന ഉന്തി തള്ളിവിട്ടു ചതിച്ചതാ. അള്ളാഹിനോട് പറയണം, പഠിച്ചവനെ പൊറുക്കുന്നവൻ നീയാ, നിന്നെക്കാളും പൊറുക്കണ ആരുമില്ല. അല്ലാ, എൻ്റെ നഫ്സ് എന്നെ ചതിച്ചതാ പഠിച്ചവനെ. എൻ്റെ നഫ്സാണ് എന്നെ ചതിച്ചത്, ഇബ്ലീസ് പിഴപ്പിച്ചതാ അല്ലാ. എന്നിട്ട് റബ്ബിനോട് പറയണം, അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ. അല്ലാഹുവേ, നിന്നെ ധിക്കരിച്ചിട്ട് ഞാൻ ചെയ്തതല്ല, നീ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം, എന്നിട്ടും ചെയ്തത് നീ കണ്ട എനിക്കൊരു ചുക്കുമില്ല എന്ന് കരുതിയിട്ടല്ല അല്ലാ. അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ, ആ പേരും പറഞ്ഞിട്ട് നീ എന്നെ ആട്ടല്ലേ അല്ലാ എന്ന് ദുആ ചെയ്യണമെന്ന് മഹാനായ തഴവ ഉസ്താദ്. അള്ളാഹു അവിടുത്തെ ഖബറിടം സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിക്കണം, അള്ളാഹിനോട് പറയണം. പാപങ്ങളോരോ നെന്നി നീ കരയേണ്ടതാ, വിജനസ്ഥലം അതിനേറ്റവും പറ്റുന്നതാ. നീ ചെയ്ത തെറ്റിൻ്റെ ആഴമോർത്തിട്ടുണ്ടടാം നടി, നിറയട്ട മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി. ഇത് കണ്ടു നിന്നോടലിവ് റബ്ബിനു തോന്നണം, പടിവാതിലൊഴിയാതെവിടെയും നീ കരയണേ. പാപങ്ങൾ ഓരോന്ന് അല്ലാഹുവോട് എണ്ണി എണ്ണി പറയണം. എന്നിട്ട് പറയാ, വിജന സ്ഥലമാണ് ഏറ്റവും നല്ലത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം ആരും കേൾക്കൂലല്ലോ. അള്ളാഹിൻ്റെ ഒക്കെ പോയി പറയാൻ പറ്റും. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് അങ്ങോട്ട് പറയാം, മൈക്കിൽ കൂടെ പഠിച്ചവനെ നിങ്ങളപ്പോൾ വിചാരിക്കുക എല്ലാം അറിയില്ല. അതാ നല്ലത്. വിജനമായ സ്ഥലമാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് പറയുക, താഴണം, എത്ര താഴാൻ പറ്റുമോ അത്രയും താഴണം, തലയിൽ മണ്ണ് വാരി അങ്ങോട്ട് ഇടണം. അങ്ങനെ പണ്ടുള്ളവർ കണ്ടിട്ടില്ലേ? പണ്ടുള്ള ആൾക്കാരെങ്ങനെ ആയിരുന്നു? ഇവിടെ നിന്ന് പറയുന്ന സ്വഹാബത്തിൻ്റെ ചരിത്രം പറയുന്നുണ്ട്, തലയിൽ മണ്ണ് വാരിയിട്ടിട്ട് നിലവിളിക്കുമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, മണ്ണുവാരി തലയിൽ മണ്ണുവാരി കിട്ടണം, എന്നിട്ടങ്ങിട്ട് കരഞ്ഞോണം. നിന്റെ കരച്ചൽ കണ്ടിട്ട് അള്ളാഹിക്ക് തന്നെ സങ്കടം വരണം. ആ രീതിയിൽ കരയണമെന്ന് അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാവൽ ചോദിച്ച രണ്ടാമത്തെ കാര്യം, അള്ളാഹുവേ പടച്ചവനെ, നിന്നെ പേടിയില്ലാത്ത ഒരു ഹൃദയത്തെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ കാര്യം എന്താ? രണ്ടെണ്ണം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ദുആ ചെയ്തു പിരിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യുന്നു, പ്രയോജനമില്ലാത്ത അറിവ്, രണ്ട് പടച്ചവരെ, നിന്നെ പേടിയില്ലാത്ത ഹൃദയം, മൂന്ന് നീ തന്നതുകൊണ്ട് തൃപ്തിപ്പെടാനും അല്ലാത്ത മനസ്സ്. അല്ലാഹുവേ, നീ തന്നതുകൊണ്ട് തൃപ്തിയില്ലാത്ത ഒരു മനസ്സ്, എത്ര കിട്ടിയാലും തികയാത്ത മനസ്സ്. അല്ലാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു കാക്കുമാറാകട്ടെ. അങ്ങനെ ഒരു മനസ്സ് വേണ്ടേ? എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സ് നിറയോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടണം. എൻ്റെ റബ്ബ് എനിക്ക് തന്നത് മതി, അൽഹംദുലില്ലാ, ഇത്രയെങ്കിലും റബ്ബ് തന്നല്ലോ, അത് മതി. തൃപ്തിപ്പെടുന്ന ഒരു മനസ്സ് നമുക്ക് വേണം.
അള്ളാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സുണ്ടാകണം. 4 അള്ളാഹുവിനോട് പറയുകയാണ്. അള്ളാന്റെ റസൂൽ അവിടെന്ന് പറയുന്ന 3 റബ്ബേ, അള്ളാഹുവേ നീ തന്നതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ്, അള്ളാഹുവേ അങ്ങനെ ഒരു മനസ്സില്ലാതിരിക്കുന്നതിനെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുകയാ. 4 സ്വീകരിക്കാത്ത ദുആ, അല്ലാഹുവേ അല്ലാഹുവേ സ്വീകരിക്കാത്ത ദുആയെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ദുആ ചെയ്താ സ്വീകരിക്കണമല്ലോ. അല്ലാഹുവിനോട് ദുആ ചെയ്താ സ്വീകരിക്കണമല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ആര് ദുആ ചെയ്താലും സ്വീകരിക്കും. അല്ലാഹുവിന്റെ മുന്നിലേക്ക് ആരാണോ കൈനീട്ടി യാചിക്കുന്നത് ആ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്നാണ്. ചിലപ്പോൾ നീ ചോദിച്ചത് നിനക്ക് കിട്ടണമെന്നില്ല, അല്ലാഹു നീ ചോദിച്ചത് തരണമെന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരാളുടെ ദുആയും തള്ളപ്പെടൂല, ഒരു ദുആയും വെറുതെയാകില്ല. ഒന്നുകിൽ നീ ചോദിച്ചത് റബ്ബ് നിനക്ക് തരും, ഒന്നുകിൽ നീ ചോദിച്ചത് റബ്ബ് തരും, ഇല്ലെങ്കിൽ റബ്ബേ നിനക്കാ ദുആ നാളെ പരലോകത്തിലേക്ക് അല്ലാഹു മാറ്റിവെക്കുകയാ. അല്ലെങ്കിൽ നിനക്ക് വരാനിരിക്കുന്ന ഒരു വിപത്തെങ്കിലും ആ ദുആ തട്ടിക്കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 കാര്യം ഒരാൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ 3-ൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടും. ഒന്നുകിൽ നീ ചോദിച്ചത് തന്നെ അല്ലാഹു തരും, ഒന്നുകിൽ നീ എന്താണോ ചോദിച്ചത് അത് തരും, അല്ലെങ്കിൽ അത് തരാതെ പരലോകത്തിലേക്ക് മാറ്റിവെക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇനി പറയണം, ഉസ്താദെ ചോദിച്ചിട്ട് കിട്ടുന്നില്ല എന്നിട്ടാ. ഇനി നമ്മൾ പറയണം, ഇത്ര കാലമായിട്ട് ചോദിക്കുന്നു, നമ്മളോട് ഇപ്പോൾ ഉസ്താദെ പൈസയും തന്നിട്ട് ചോദിക്കണം, കിട്ടണില്ല ഉസ്താദെ, കിട്ടണില്ല ഉസ്താദെ. ഇതാ താത്താമാർക്കുള്ളതാ. അല്ലാഹ് എന്താ പറഞ്ഞേ? നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ തിന്മ തൂക്കുന്ന ത്രാസിനകത്ത് ഒരു കെട്ട് കൊണ്ടുവന്നിടുക, ഒരു വലിയ കെട്ട് കൊണ്ടുവന്നിടുക. എന്തേ അല്ല ഇത്? ഞാൻ ഒന്നും ചെയ്തല്ലോ. എടാ ചങ്ങാതി, ഭൂമി വെച്ച് കുറേ ദുആ ചെയ്തില്ലേ, അന്ന് ഞാൻ തന്നില്ല, അതിതാ. അപ്പം മനുഷ്യൻ പറയുവത്രേ, ഒരു ദുആയും സ്വീകരിക്കാതിരുന്നാൽ മതിയായിരുന്നു പടച്ചവനെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ വെച്ച് ചോദിച്ചപ്പോൾ അല്ല തന്നില്ല, അത് അവിടെ കിട്ടും. അതാ ലാഭം, അതാ ലാഭം. അവിടെ പിന്നെ വേറൊന്നുമില്ലല്ലോ. ഇനി ഇല്ല, അവിടെയില്ലെങ്കിലോ നീ ചോദിച്ചതും തന്നില്ല, പരലോകത്തേക്ക് മാറ്റിയും വെച്ചില്ല, എങ്കിൽ നിനക്ക് വരാനിരിക്കുന്ന ഒരു ഷെറെങ്കിലും അല്ലാഹ് മാറ്റിത്തരും. അപ്പം നഷ്ടമുണ്ടോ? ദുആ കൊണ്ട് നഷ്ടമുണ്ടോ? ലാഭമേ ഉള്ളൂ. പക്ഷേ നമുക്കത് ചോദിക്കാനാ മടി. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എത്ര പേരുണ്ടപ്പോൾ ദുആ ചെയ്യണേ? നിങ്ങളുടെ സ്വന്തം മനസാക്ഷിയോട് ചോദിക്ക്. നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ടോ? വരും, നിസ്കരിക്കും, ഉസ്താദ് പറയും, ആമീൻ പറയും, പോകണമല്ലാതെ സ്വന്തമായിട്ടിരുന്നിട്ട് ദുആ ചെയ്യണ എത്ര പേരുണ്ട്? നമുക്ക് മടിയ, നമുക്ക് സമയമില്ല. പാവം പുറത്ത അല്ല, കച്ചവടത്തിൽ ബർക്കത്ത് അല്ല, അതെല്ലാം ഉസ്താദിൻ്റെ തലയിലങ്ങ് വെച്ച് കൊടുക്കും, നിങ്ങൾ ചെയ്തോളാൻ. നമുക്ക് ചെയ്യാൻ വയ്യ, നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ വയ്യ. നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കാൻ മടിയാ, നമുക്ക് സമയമില്ല, പിശുക്കന്മാരാ നമ്മൾ. അല്ലാഹു അലം. സ്വന്തം കാര്യം പോലും റബ്ബിനോട് ചോദിക്കാൻ മനസ്സില്ലാത്തവർ അല്ലാഹു കാക്കുമാറാകട്ടെ. ഇവിടെ രോഗവും ബുദ്ധിമുട്ടും വരുമ്പോൾ മാത്രമാണ് ദുആ ചെയ്യേണ്ടത്. കടവും പ്രാരാബ്ദങ്ങളും വരുമ്പോഴല്ലല്ലോ. നീ അല്ലാഹുവിന്റെ മുന്നിൽ നിസ്കരിച്ചിട്ട് റബ്ബിനോട് പറ, പടച്ചവനെ എൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും മാറ്റിത്താ, എൻ്റെ രോഗം മാറ്റിത്താ, എൻ്റെ ഭാര്യയെ നന്നാക്ക്, എൻ്റെ മക്കളെ നന്നാക്ക്. അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹുവിനോട് നീ ചോദിക്ക്. നിന്റെ ശബ്ദം മലക്കുകൾക്ക് പരിചയം ഉണ്ടാകണം. നമ്മളിങ്ങനെ അധികമായിട്ട് ദുആ ചെയ്യുമ്പോൾ നമ്മുടെ ശബ്ദം മലക്കുകൾക്കറിയാം. മലക്കുകൾ അല്ലാഹുവിനോട് പറയും, പടച്ചോനെ സിറാജ് ദുആ ചെയ്യുന്നു, അല്ലാഹ് സ്വീകരിക്ക റബ്ബേ. എൻ്റെ ശബ്ദം മലക്കുകൾക്ക് പരിചയമുണ്ടെങ്കിൽ ഞാൻ ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവിൻ്റെ അർശിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന മലക്കുകൾ പറയൂ അത്രേ, സിറാജ അല്ലാഹ് ദുആ ചെയ്യണേ, കൊടുക്ക റബ്ബേ, സ്വീകരിക്ക റബ്ബേ. അത്രയുമൊരു ബന്ധം, അത്രയൊരു ബന്ധം. നമുക്കെന്ത് ബന്ധം? അല്ലാഹ് അവിടെ നിന്ന് പറയുമ്പോൾ ആമീൻ പോലും പറയുന്ന ഒരു ബന്ധമില്ല. ആമീൻ പോലും പറയുന്ന കണ്ടാൽ സങ്കടം തോന്നും, കഷ്ടം. അല്ലാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉത്തരമില്ലാത്ത ദുആ സൂക്ഷിക്കണം. ഉത്തരമില്ലാത്ത ദുആ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് കാവലിനെ ചോദിച്ച 4-ാമത്തെ കാര്യം
ഉത്തരമില്ലാത്ത ദുആയെ തൊട്ട് നീ എന്നെ കാക്കണേ അല്ലാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നാം ഇന്ന് പഠിച്ചത് 3 കാര്യങ്ങൾ പഠിച്ചു. മാഷാ അല്ലാ എന്ന് പറയുന്നത് കൊണ്ട് നിൻ്റെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകുന്നു. മാഷാ അല്ലാ ലാ ഖുവ്വത ഇല്ലാ ബില്ലാ എന്ന് പറയുന്നതിലൂടെ അള്ളാഹു നിനക്ക് നൽകിയ നിഅമത്ത് മരിക്കും നിലനിർത്തി തരുന്നു. മാഷാ അല്ലാ എന്ന് നീ പറയാതെ വരുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന നഷ്ടം എന്താണെന്ന് പഠിച്ചു. അള്ളാഹു കാക്കുമാറാകട്ടെ. 4 കാര്യങ്ങൾ ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് പറയണം. അള്ളാഹുവേ, പടച്ചവനെ, പ്രയോജനമില്ലാത്ത അറിവ്, അതുപോലെ നിന്നെ പേടിയില്ലാത്ത ഹൃദയം, അള്ളാഹുവേ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാത്ത ഒരു മനസ്സ്, 4 ഉത്തരമില്ലാത്ത ദുആ. ഈ 4 കാര്യങ്ങളെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ.